إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകളെ അങ്ങേറ്റവും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവകളെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുകയും അവസാന നിമിഷം വരെയും അല്ലാഹുവിന്റെ പൊരുത്തത്തോടുകൂടി ജീവിക്കാനും അവസാന നിമിഷത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തോടുകൂടി കലിമത്തുൽ ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ സൂറത്ത് ആല ഇംറാനിലെ 104-ാമത്തെ ആയത്താണ് ഇവിടെ ഓതി വെക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുസ്ലിം ഉമ്മത്ത് എന്ന നിലയ്ക്ക് വലിയ ഒരു ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു തആല ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ആരാണ് ഒരു മുസ്ലിം എന്ന വിഷയത്തെക്കുറിച്ച് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുകയുണ്ടായി. എന്നാൽ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതകൾ എന്താണ്? ഇവിടെ അല്ലാഹു ഉമ്മത്തിനോട് ആവശ്യപ്പെടുന്നത് വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്നും ഒരു ഉമ്മത്ത്, ഒരു സമുദായം രംഗത്ത് വരേണ്ടതുണ്ട്. അവരുടെ ഉത്തരവാദിത്വം യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, ഖൈറുകളിലേക്ക്, നന്മകളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, അവരോട് അതിനുവേണ്ടി കൽപ്പിക്കണം. നന്മയായ കാര്യങ്ങളെക്കുറിച്ചും അവരോട് പറയണം, ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ വയൻഹൗന അനിൽ മുൻകർ, വെറുക്കപ്പെടുന്ന മോശമായ കാര്യങ്ങളിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യണം. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വലാ തകൂനു കല്ലദീന തഫറഖു, പല കക്ഷികളായി പിരിഞ്ഞവരെ പോലെ നിങ്ങളാകാൻ പാടില്ല. വഖ്തലഫു, അവർ അഭിപ്രായ ഭിന്നതയിലെത്തി. മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്, വ്യക്തമായതെല്ലാം അവർക്കിടയിലേക്ക് വന്നതിന് ശേഷമായിരുന്നു അത്. വഉലൈക ലഹും അദാബുൻ അളീം, അങ്ങനെയുള്ള ആളുകൾക്ക്
വലിയ ശിക്ഷ അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാവുകയും ചെയ്യും. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിജയികളെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ആയത്തിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങുന്ന ആളുകളെ കുറിച്ചും സൂചിപ്പിച്ചു. ഈ രണ്ടായത്തുകളിൽ ഏത് വിഭാഗം ആളുകളിലാണ് ഉൾപ്പെടാൻ ആഗ്രഹം എന്ന് നമ്മളോട് ചോദിച്ചാൽ സംശയലേശമന്യേ നാം ഒക്കെയും പറയും, ഒന്നാമത്തെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിനോടാണ് ഞങ്ങൾക്ക് താല്പര്യം, ഞങ്ങളുടെ ലക്ഷ്യവും അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇത്തരം ഉന്നതമായ ഒരു പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരാൻ നമ്മൾ തയ്യാറാകുമോ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഉത്തരവാദിത്വം? നന്മ കൽപ്പിക്കുക, നല്ല കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, മോശമായ കാര്യങ്ങളെ തൊട്ടും ജനങ്ങളെ തടയുകയും ചെയ്യും. സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ടല്ലെങ്കിലും ചെറിയ നിലയ്ക്കൊക്കെ നമുക്കിടയിൽ നടക്കാറുണ്ട്. അതിനോടൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു അനുഭവമാണോ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും നമുക്കുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും, പ്രത്യേകിച്ചും ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ, ഒരല്പം ഭീതിയോടുകൂടി അതിനെ നോക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. ഇവർ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെയാണെന്ന് പറയുമ്പോൾ അവിടെയും പ്രയാസമുണ്ടാവും. അപ്പൊ സ്വാഭാവികമായും ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ്. ഈ എതിർക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഭയപ്പെടുന്ന ആളുകൾക്ക് നന്മകളോടാണോ വെറുപ്പ്, നന്മകളോടാണോ എതിർപ്പ്? അത് പരിശോധിച്ചു നോക്കിയാൽ ചരിത്രപരമായി തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം, നന്മകളോട് യാതൊരു വെറുപ്പുമില്ല. എല്ലാ നന്മകളോടും ചേർന്ന് നിൽക്കാനാണ് എന്നും എല്ലാ വിഭാഗം ആളുകളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ ചരിത്ര നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ പറയപ്പെടുന്ന നന്മകളെ, ഖൈറാത്തുകളെ, ഹസനാത്തുകളെ, മഅറൂഫുകളെ എങ്ങനെയാണ് ഇന്ത്യൻ ജനത ഉൾക്കൊണ്ടു തുടങ്ങിയത്? അതിലവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ഇസ്ലാമാകുന്ന ഖൈറാത്തുകളെയും ഹസനാത്തുകളെയും മഅറൂഫുകളെയും ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അത് തങ്ങളുടെ മതത്തിൽ ആൾപ്പെരുപ്പം കൂടണം, തലയെണ്ണം കൂട്ടണമെന്നുള്ള കേവലമായ ഒരു സ്വാർത്ഥ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അതിന്റെ ഒരു മാനസികാവസ്ഥയെ കൂടി നാം അത് പരിശോധിച്ചു നോക്കണം. ഒരന്ധനായ ഒരു മനുഷ്യൻ ഒരു കൊക്കയുടെ അടുക്കലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിങ്ങനെ നോക്കിക്കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനെ തടഞ്ഞിട്ടില്ലെങ്കിൽ വലിയ കൊക്കയിലേക്ക് ആ മനുഷ്യൻ വീണു പോകുമല്ലോ. കൈവരിയൊന്നും കെട്ടിയിട്ടില്ലാത്തൊരു പ്രദേശമാണ്. വലിയ ആഴങ്ങളിലേക്ക് ആ മനുഷ്യൻ വീണുപോകും. വീണു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ജീവനോട് തന്നെ കിട്ടുന്ന കാര്യം സംശയത്തിലാണ്. ഇത് മനസ്സിലാക്കുന്ന നമ്മൾ ഒരല്പം ദൂരെ നിന്നിട്ട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതാണ്. എന്തുമാത്രം വെപ്രാളം നമ്മൾ പ്രകടിപ്പിക്കും. അവിടെ കിടന്ന് അലറി വിളിക്കും. ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ സഹായത്തിന് വിളിക്കും. ആ മനുഷ്യനെ തടയണം. നമുക്കല്ലാത്ത വെപ്രാളമാണ്. കാരണം ആ മനുഷ്യൻ വീഴുന്ന ഒരു കാഴ്ച ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ എന്തുമാത്രം മനോവേദനയോടുകൂടി, എന്തുമാത്രം വെപ്രാളത്തോടു കൂടിയായിരിക്കും ആ മനുഷ്യനെ മുന്നോട്ടുള്ള ആ ഒരു ഗമനത്തിൽ നിന്നും പ്രയാണത്തിൽ നിന്നും തടയണമെന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഒരു മാനസികാവസ്ഥയാണ്. അല്ലാതെ മതത്തിലേക്ക് ആളുകളെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ചേർക്കണം എന്നുള്ള അന്ധമായ ആഗ്രഹങ്ങളൊന്നുമല്ല. നരകത്തിൽ ചെന്നു പതിക്കാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ നരകത്തിൽ നിന്നും കാക്കണമെന്നുള്ള അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായ ഒരു താല്പര്യമാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചപ്പാടും യഥാർത്ഥ ദായികളുടെ കാഴ്ചപ്പാട് നമ്മളുടെ വ്യത്യാസമാണ്. കാരണം നരകത്തെ കുറിച്ച് ഇപ്പോ ഒരു ദഅവത്ത് സംഘത്തിൽ ഞാൻ ഉൾപ്പെട്ടു
എന്റെ ഈമാനിന്റെ പോരായ്മ എന്റെ പ്രവർത്തന മേഖലയിലൊക്കെ നേളിക്കും, ഒരു സംശയമില്ല വിഷയത്തിൽ. എന്റെ മോശത്തരങ്ങളും ആ പ്രവർത്തന മേഖലയിലൊക്കെ പ്രകടമാകുകയും ചെയ്യും. എന്റെ ഉള്ളിലുള്ള, എന്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ള മോശമായ ചിന്താഗതികൾ എന്റെ സംസാരത്തിലൂടെയും പ്രതികരണത്തിലൂടെയും പുറത്തു വരിക തന്നെ ചെയ്യും. ഇതൊന്നുമല്ല ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നുമില്ലാതെ അള്ളാഹുവിന് വേണ്ടി സ്വന്തം ജീവിതത്തെ സമ്പൂർണമായും സമർപ്പിച്ച, ഏതുപോലെ എന്ന് ചോദിച്ചാൽ സ്വന്തം പുത്രനെ അള്ളാഹുവിന് വേണ്ടി ബലി കൊടുക്കാനും തയ്യാറായി, സ്വന്തം കുടുംബത്തെ മക്കയിൽ തനിച്ചാക്കാനും തയ്യാറായി, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അള്ളാഹുവിന് വേണ്ടി അഗ്നിയിലേക്ക് എടുത്തു ചാടാനും അല്ലെങ്കിൽ എയ്തെടുപ്പെടുന്ന അവസ്ഥയിൽ നിന്നും യാതൊരു മാറ്റത്തിനും തയ്യാറാകാതെ നിലകൊണ്ടു ശക്തമായി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടായി. എന്താണ്? നിങ്ങൾ മുസ്ലിം ആണോ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കൊടുത്തൊരു ഉത്തരം ഉണ്ടല്ലോ, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഈ നിലയ്ക്ക് സർവസ്വവും അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിച്ച ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയിൽ ഈ ഒരു ദഅവത്തിനെ ഉൾക്കൊള്ളാത്ത, ഹിദായത്ത് ലഭ്യമല്ലാത്ത ആളുകളെ കുറിച്ചൊക്കെ അങ്ങേറ്റം മനപ്രയാസത്തോടു കൂടിയാണ് ചിന്തിക്കുക, പാവങ്ങൾ. കാരണം ഒരു ആക്സിഡന്റ് ഉണ്ടായ ഒരു വാർത്ത പേപ്പറിൽ വായിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സമാധാനം. ഞാൻ സമാധാനപ്പെടുന്ന അവിടെ എന്തെങ്കിലും അപകടം ഉണ്ടായി, ഇവിടെ ഉരുൾപൊട്ടലുണ്ടായി, ഉടനെ എടുത്തു നോക്കും, മുസ്ലിമീങ്ങളുടെ പേരുണ്ടോ? ഇല്ല. സമാധാനം. പ്രിയമുള്ളവർ, ഇതല്ല. മുസ്ലിമീങ്ങളുടെ പേരുകളുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അമുസ്ലിമീങ്ങളുടെ പേരുണ്ടോ? സുബ്ഹാനല്ലാഹ്, ദഅവത്ത് എത്താതെ എത്രയോ ആളുകളാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. നാളെ പരലോകത്ത് അവരെ ഹാജരാക്കുമ്പോ ഈ ലോകത്ത് ഹിദായത്തിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഞാനിവിടെ ഉണ്ടായിട്ടും അവർക്ക് ദഅവത്ത് എത്താതെ പോയല്ലോ, ഒരു ആക്സിഡന്റ് നടന്നു, മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു പോയി, വലിയ വേദനയായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ആയത്തിനെ നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാതെ മുസ്ലിമീങ്ങളുടെ ആളെണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടോ തലയെണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ല. അങ്ങനെ കുറെ തലയെണ്ണം കൂടിയിട്ടും കാര്യമില്ല. അതിന്റെ പോരായ്മകളാണ് പലപ്പോഴും ഈ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അർഹതയില്ലാത്ത ആൾക്കൂട്ടങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളതാണ്. യോഗ്യതയില്ലാത്ത, പക്വതയില്ലാത്ത ആൾക്കൂട്ടങ്ങൾ മുസ്ലിം എന്ന പേരിൽ ഞാൻ എന്നെപ്പോലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി എന്നുള്ളതാണ് ഈ സമുദായം എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വേദനയിൽ നിന്നാണ് ഈ ദഅവത്തിനെ കുറിച്ചുള്ള ചിന്ത ആരംഭിക്കുന്നത്. എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം, ആരും നരകത്തിലേക്ക് പോകാൻ പാടില്ല. ഒരു കൊക്കയിലേക്ക് വീഴാൻ പോകുന്ന ഒരു അന്ധനായ മനുഷ്യനെ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ള എന്റെ ഉള്ളിലുള്ള ഉത്കടമായ ആഗ്രഹം എത്രത്തോളമായിരിക്കുമോ അതേ മാനസികാവസ്ഥയിലാണ്. ഒരാള് നരകത്തിൽ പോകരുത്. ഇതൊരു പ്രവാചകന്മാരുടെ താല്പര്യത്തോട് യോജിച്ചു വരുന്നതോ അടുത്തു വരുന്നതോമായ ഒരു താല്പര്യമാണ്, അല്ലാതെ ഒരു ആവേശമല്ല ഇത്. അപ്പൊ അതാദ്യം നമ്മൾ മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്ന വിഷയം, ഈ നിലയ്ക്ക് ഖൈറാത്തുകളെയും അതുപോലെ തന്നെ മഅറൂഫുകളെയും ജനങ്ങൾക്കിടയിൽ എത്തിക്കാനുള്ള വല്ലാത്ത ഒരു തരം താല്പര്യമാണ്. അങ്ങനെ ഒരു താല്പര്യമായിരുന്നുവെങ്കിൽ ഈ ജനങ്ങളൊക്കെ എന്നിൽ നിന്നും അത് വെറുക്കുമായിരുന്നു. ചുരുക്കത്തിൽ നന്മകളോടാണോ ജനങ്ങൾക്ക് വെറുപ്പ്? ഇത്തരം മതസ്ഥരായ ആളുകൾക്ക് നന്മകളോടാണ് വെറുപ്പ്. അതുകൊണ്ടാണ് അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രചാരണം നടക്കാൻ പാടില്ല എന്ന് ശക്തമായ രൂപത്തിൽ അവര് പ്രതിബന്ധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നന്മകളോടുള്ള താല്പര്യക്കുറവാണ്, ഒരിക്കലും അല്ല. അതാ പറഞ്ഞ് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ത്യയിലേക്ക് ദീനിന്റെ വെള്ളി വെളിച്ചം കടന്നു വന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു താല്പര്യത്തോടു കൂടി. ഒരാൾ നരകത്തിൽ പെടാൻ പാടില്ല, എല്ലാവരെയും സ്വർഗത്തിന്റെ വഴിയിലേക്ക് നയിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്, എന്നെ പോലെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിന് ലോകത്തിന് നാനാഭാഗത്തേക്കും പറഞ്ഞു വെച്ചു. ആ മഹാന്മാരായ സ്വഹാബത്തുകൾക്കിടയിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ ഇന്ത്യയിലേക്കും കടന്നു വന്നു. എന്തായിരുന്നാലും അവർ പ്രകടിപ്പിച്ച വളരെ നല്ല ഗുണങ്ങൾ അവര് ഇങ്ങനെ നോട്ടീസ് അടിച്ചിട്ട് ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല. ഇതെങ്ങനെ ഒരു സാധനമുണ്ട്, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം, നിങ്ങളുടെ മതമൊക്കെ വലിയ കുഴപ്പമാണ്, നിങ്ങളുടെ ആരാധനാ സങ്കല്പം മുഴുവൻ കുഴപ്പമാണ്, യുക്തിക്ക് യോജിക്കുന്നതല്ല, ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാനസികമായിട്ട് അവരെ തളർത്തുകയും വെറുപ്പിന്റെ ചില
എന്താണ് ശാസ്ത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട്, ചില പ്രായോഗികമായ ശാസ്ത്രങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നുമല്ല, നിങ്ങൾ ശരിയല്ല, നിങ്ങൾ മണ്ടന്മാരാണ്, നിങ്ങൾ കുഴപ്പക്കാരാണ്, നിങ്ങൾ യുക്തിയില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്, ഈ രൂപത്തിൽ തെറ്റായ രൂപത്തിൽ ചിന്തിപ്പിച്ചിട്ടല്ല മതത്തെ അവതരിപ്പിച്ചത്. അവര് കുറെ നല്ല ഗുണങ്ങൾ കാണിച്ചു. ഒരു സന്ദർഭത്തിൽ മഹാനായ ഒരു സ്വഹാബി അവരിങ്ങനെ നടന്നു നീങ്ങുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് പല്ല് വേദനിച്ചു. പല്ല് വേദനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു സംഗതി പല്ലിലൊന്ന് കുത്തി ഒന്ന് ആ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന സംഗതികൾ നീക്കം ചെയ്യാൻ ശ്രമിക്കും. അതിന്റെ ഭാഗമായിട്ട് ഒരു ഈർക്കിൽ എവിടെ നിന്നോ സംഘടിപ്പിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബോധം ഉണ്ടാകുന്നത്. പടച്ചവനെ, ഏതോ ഒരു മനുഷ്യന്റെ പറമ്പിൽ നിന്നിരുന്ന ഒരു തെങ്ങിന്റെ ഈർക്കിലാണല്ലോ ഞാൻ ഒടിച്ചെടുത്തത്. വലിയ മനപ്രയാസം ഉണ്ടാകുകയും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇതിന്റെ പേരിൽ താൻ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ആ തോട്ടത്തിന്റെ ഉടമസ്ഥനെ കണ്ടെത്തുകയാണ്. അദ്ദേഹത്തോട് കാല് പിടിച്ചിട്ട് കരഞ്ഞ് മാപ്പൊക്കെ ചോദിക്കുകയാണ്. ഇദ്ദേഹം ചോദിക്കുകയാണ്, ഇതിന് മാത്രം എന്ത് അതിക്രമമാണ് എന്നോട് താങ്കൾ ചെയ്തത്? ഇപ്പോൾ പറഞ്ഞു ഈർക്കിൽ ഒടിച്ചെടുത്തു. ആദ്യം തമാശയായിട്ടാ തോന്നിയത്. നിങ്ങളെന്താ എന്നെ കളിയാക്കാൻ വരികയാണോ? കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും ഇതൊരു പരിഹാസമായിട്ട് ആളുകൾക്ക് തോന്നുക. നീതിയുടെ ആ ഒരു ഉത്തമമായ തലത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ കളിയാക്കലോ ഒക്കെ ആയിട്ടാ തോന്നുക. ഇല്ല, യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. നാളെ എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ നിൽക്കേണ്ടവനാണ്. അപ്പൊ എന്താണ്, ഏത് സങ്കല്പത്തിൽ നിന്നാണ് ഇത്തരം നീതിയുടെ ചിന്തയിലേക്ക് താങ്കളെ കൂട്ടിക്കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ അപ്പോൾ തന്നെ ആ മതത്തോട് താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള നല്ല ചരിത്രങ്ങൾ നമ്മുടെ പക്വതകളെയും നമ്മുടെ ശരിയായ അറിവിനെയും തൊട്ടുണർത്തുന്ന, വികാരത്തെ ഇളക്കി വിടാത്ത വളരെ നല്ല ചരിത്രങ്ങളുണ്ട്. വായിച്ചു പഠിക്കാൻ ആളുകൾക്കൊന്നും താല്പര്യം കുറവാണ്. വികാരങ്ങളെ ഇളക്കി വിടുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണെങ്കിൽ വലിയ ആവേശം ആളുകൾ കാണിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഇത്തരം നല്ല ചരിത്രങ്ങൾ വായിച്ചു പഠിക്കും. ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് ഇസ്ലാം കടന്നു പോകുന്നത്? എങ്ങനെയാണ് ഇന്ത്യയിലെ ജനത ഇസ്ലാമിനെ ഉൾക്കൊണ്ടു തുടങ്ങിയത്? അതിനുള്ള കാരണം എന്താണ്? നല്ല നിലയ്ക്ക് പരിശോധിച്ച് നോക്കി അപ്പൊ ദഅവത്തിന്റെ ശരിയായ തലം നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഈ മൂന്ന് കാര്യങ്ങളും അവർ നടപ്പിലാക്കിയത് അവരുടെ ജീവിതത്തെ മുൻനിർത്തിയിട്ടാണ്. കാരണം ഈർക്കിൽ ഒടിച്ചെടുക്കാൻ പാടില്ല, അതൊരു മുൻകറായ കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാനൊരു മഅറൂഫിന് വേണ്ടി, ഖൈറിന് വേണ്ടിയിട്ടാണ് താങ്കളെ സമീപിച്ചത്. കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ വ്യക്തിക്ക് തോട്ടത്തിന്റെ ഉടമസ്ഥന് ഖൈറും ബോധ്യപ്പെട്ടു, മഅറൂഫും ബോധ്യപ്പെട്ടു, മുൻകറിന്റെ പോരായ്മകളെ കുറിച്ച് വ്യക്തമാവുകയും ചെയ്തു. എങ്കിൽ ഈ ആശയം ഉൾക്കൊള്ളുന്ന മതമേതാണ്? ഇസ്ലാമാണ്. ആ ഒരു ദൈവികമായ കാഴ്ചപ്പാടിലേക്ക് എനിക്കും കൂടി കടന്നു വരണം. അങ്ങനെ വഉലൈകഹുൽ മുഫ്ലിഹൂൻ, മുഫ്ലിഹീങ്ങളായി മാറണം. മുഴുവൻ വിജയമാണ്, പരാജയമല്ല. ഞാൻ മതത്തെ പരിചയപ്പെടുത്തിയതിന്റെ പേരിൽ പരാജയങ്ങൾ സംഭവിക്കാൻ പാടില്ല, വിജയങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ പാരമ്പര്യം നാം ഒന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നന്മകളെ ഉൾക്കൊള്ളാൻ തയ്യാറായ ഒരു ജനവിഭാഗമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. പ്രിയമുള്ളവരെ, ഹസനാത്തുകളെയും മഅറൂഫുകളെയും ഖൈറുകളെയും പ്രകടിപ്പിക്കണം ഞാൻ. എന്നിട്ട് വേണം പറയാം. അല്ലാതെ ഞാൻ മോശത്തരങ്ങൾ കാണിച്ചിട്ട് എന്റെ മോശത്തരത്തെ അത് മോശത്തരമാണ്, അതൊരു മുസ്ലിമാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇവൻ വർഗീയവാദിയാന്ന് പറയരുത്. അത് തെറ്റാണത്. കാരണം ഞാൻ മോശമായ ഒരു കാര്യം ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹം എന്നെ വെറുത്തത്, അല്ലാതെ നന്മകളോടുള്ള വെറുപ്പിന്റെ പേരിലല്ല, നന്മകളോടുള്ള താല്പര്യ കുറവിന്റെ പേരിലല്ല. നന്മകളോടൊക്കെ എന്നും താല്പര്യമാണ്. ഇരാറ്റുപേട്ടയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വ്യത്യസ്തമായ പ്രദേശങ്ങളുള്ള ഓരോരോ പ്രദേശങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ചെയ്തികളൊക്കെ 100% ഖുർആനികവും ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. അല്ല എന്നാണെങ്കിൽ അതിലേക്ക് വന്നതിന് ശേഷം, കാരണം ഇവരാരും എതിർക്കുന്നത് ശരിയായ ഖുർആനും ഹദീസിനെയും അല്ല. ഒരു വ്യക്തി ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം ഒരു TTR ആണ്. ഇത് സഹാബത്തിന്റെ ചരിത്രമൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണ്. കാരണം സഹാബത്തിന്റെ ചരിത്രമാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ പറയും അതൊക്കെ സഹാബാക്കളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അയ്യോ ഞങ്ങളൊക്കെ പാവങ്ങളാണ്, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കും. അതുകൊണ്ടാണ് തൽക്കാലം അത്തരം ചരിത്രങ്ങളിലേക്ക് പോകാത്തത്. ഒരു TTR ആയ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സന്ധി ചെയ്തു. ഒരു ഹൈന്ദവ സഹോദരങ്ങൾ, ശരിക്കും പറഞ്ഞാല് ആ നാട്ടിലെ അവിടുത്തെ ചില
തീവ്ര ഹിന്ദുത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവും കുടുംബവും കൂടി എന്ത് ചെയ്തു, ഒരു ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി പോയ സമയത്ത് അദ്ദേഹത്തെ നേരിടേണ്ടി വന്ന ഒരു TTRന്റെ അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. TTRയെ കണ്ടു, എന്നിട്ട് എന്ത് ചെയ്തു, ഇതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു തരണം. ഇപ്പൊ TTR പറഞ്ഞില്ല, നിങ്ങൾക്കുള്ള ടിക്കറ്റൊക്കെ അല്ല സീറ്റൊക്കെ ഇവിടെ റെഡിയാണ്, കുഴപ്പമില്ല, നിങ്ങൾ വന്നോളൂ. 1-2 ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവർക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് സീറ്റുകളൊക്കെ കൊടുത്തു. കൂട്ടത്തിൽ ഇവരുടെ ബാഗുകൾ പോലും എടുത്തുകൊണ്ട് ഈ TTR അവരുടെ പിന്നാലെ കൂടി. അപ്പൊ സ്വാഭാവികമായും ആ യാത്രക്കാർ ചിന്തിക്കുന്നത്, എന്തായാലും നല്ലൊരു തുക ഞങ്ങളിൽ നിന്നും ഈടാക്കും, കുഴപ്പമില്ല, കൊടുത്തേക്കാം, അത്രയും നല്ലൊരു സൗകര്യമാണല്ലോ TTR ചെയ്തു തന്നെ, നമുക്കും അങ്ങനെ തന്നെയല്ലേ, അത് എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാം മാന്യമായ രൂപത്തിൽ. എല്ലാം കഴിഞ്ഞു. അവസാനം എന്ത് ചെയ്തു, എന്റെ തുകയൊക്കെ എഴുതി കൊടുത്തു, ടിക്കറ്റിന്റെ മാന്യമായ, ഇവർ ഏത് നിലയ്ക്കാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അതേ ചാർജ് മാത്രം. ഒരു അത്ഭുതത്തോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പൊ ഇതെന്റെ ഡ്യൂട്ടിയാണ്. അത് ഇത്ര സത്യസന്ധമായ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. താങ്കൾ ഇതിന്റെ കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കണം. അടുത്ത കാലത്ത് നടന്നൊരു സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, ദഅവത്തിന്റെ മഅറൂഫിന്റെ അതുപോലെ തന്നെ ഖൈറാത്തുകളുടെ ഏറ്റവും നല്ല ശൈലികൾ, അതാണ് എന്റെ ഡ്യൂട്ടിയെ ഇത്രമാത്രം നീതിയുക്തമാക്കിയത് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്ത് ചെയ്തു, ബോധ്യപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു മുസ്ലിമാണ്, എന്റെ ഉത്തരവാദിത്വം ഇതാണ്, നിങ്ങളെപ്പോലുള്ള യാത്രക്കാരായ ആളുകൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. എന്റെ റബ്ബ് എന്നെ ഈ ഡ്യൂട്ടിയുടെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം അതാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങളിൽ നിന്ന് ഒന്നും ഈടാക്കാൻ എനിക്ക് എന്റെ റബ്ബ് അനുവാദം നൽകുന്നില്ല. അങ്ങനെയെങ്കിൽ അതൊരു മുൻകറാണ്. കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഈ കുടുംബം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വന്നു എന്ന് പേഴ്സണൽ ലോ ബോർഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആലിമാണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, മഅറൂഫുകളോടോ ഖൈറാത്തുകളോടോ ആർക്കും ഒരു വിരോധവും ഇല്ല. വിരോധമുണ്ടാകുന്നത് എന്നെപ്പോലുള്ള മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന, എന്നാൽ ഇസ്ലാമിന്റെ യാതൊരു ഗുണവുമില്ലാത്ത പിന്തിരിപ്പന്മാരായിട്ടുള്ള മുനാഫികളുടെ വൃത്തികെട്ട സ്വഭാവത്തോടാണ് പലപ്പോഴും നമ്മുടെ ഇടയിലുള്ള അന്യമതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ, നല്ല ഒരു ശതമാനം ആളുകളും അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള കാരണം എന്റെ ഭാഗത്തുള്ള മോശമായ ചെയ്തികൾ കൊണ്ട് മാത്രമാണ്, അല്ലാതെ മതത്തിന്റെ നന്മകളോട് അവർക്ക് വിരോധമുണ്ടായിട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല എന്നുള്ളതാണ്. പലപ്പോഴും ചില വർഗീയമായ ചില ശൈലികൾ നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളത് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഒരു സന്ദർഭത്തിൽ വാസില റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, ഖുൽതു, ഞാൻ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമിൽ അസബിയ്യ അൻ യുഈന റജുലു ഖൗമഹു അലാ ളുൽം. ഇതാണ് ചോദ്യം. എന്റെ സമുദായം എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അവരെ അതിക്രമപരമായ രൂപത്തിൽ ഞാൻ പിന്തുണച്ചാൽ അത് അസബിയ്യ അഥവാ വർഗീയതയാകുമോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ ഒന്നും വേണ്ടണ്ട, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, അദ്ദേഹത്തെ നമ്മൾ പരിഗണിച്ചേ പറ്റുള്ളൂ. ഈ രൂപത്തിലാണ് കാര്യം. പക്ഷെ ചെയ്തത് ഒരു അതിക്രമപരമായ പ്രവൃത്തിയാണ്. ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ക്രൈസ്തവനായ ഒരു സഹോദരന്റെ വാഹനത്തിൽ വന്നിട്ട് മറ്റൊരു വാഹനം വന്ന് തട്ടി. ഈരാറ്റുപേട്ടയിലെ സംഭവം നടക്കുന്നു. അപ്പൊ എന്താണ്, തീക്കുവിലുള്ള ഒരു ക്രൈസ്തവനായ ഒരു സഹോദരനാണെന്ന് അറിഞ്ഞപ്പോ ഈ തട്ടിയതും ഒരല്പം ട്രാഫിക് റൂൾസ് തെറ്റിച്ചതും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളാന്ന് അറിഞ്ഞ ഉടനെ അവിടെയുള്ള സംഘം മഹാഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്തു, ആ ഓട്ടോക്കാരന് അനുകൂലമായിട്ട് വിധിക്കുന്നു. ഇതിന്റെ ഒരു പ്രായോഗികമായ ഒരു സന്ദർഭത്തെ കുറിച്ചാണ് വാസില റളിയല്ലാഹു അൻഹു ഇവിടെ ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി അന്യായമായ രൂപത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നത് അത് വർഗീയതയാണോ? റസൂലുള്ളാഹി നഅം, അതെ, അത് തന്നെയാണ് വർഗീയത എന്ന് പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ 100% മുക്തരായ ഒരു ജനസമൂഹത്തിന്റെ ഭാഗമാണോ നമ്മൾ? ഒരു മതവിഭാഗത്തിന്റെ ഭാഗമാണോ നമ്മൾ? നീതിക്ക് മാത്രം പ്രാധാന്യം, നന്മയ്ക്ക് മാത്രം പ്രാധാന്യം. അന്യായമായിട്ടുള്ള കച്ചവട മേഖലയിലോ മറ്റുള്ള മേഖലയിലോ ഒന്നും ചെയ്യുന്നില്ല. ഈ അടുത്ത് ഒരു സഹോദരൻ പറഞ്ഞതാണ്, ക്രൈസ്തവനായ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു മാസത്തിനുള്ളിൽ സംഭവിച്ച ഒരു സംഭവമാണ് എന്ന് വിചാരിക്കും. ചില സാധനങ്ങൾ പറിക്കാനായിട്ട് പോയി മരത്തിന്റെ മുകളിൽ കയറിയിട്ട് പകുതി പറിച്ച് താഴത്തേക്ക് ഇടും, ബാക്കി പറിച്ച് അപ്പുറത്തെ പറമ്പിലേക്ക് എടുത്തിടും. ഈ ക്രൈസ്തവനായ സഹോദരൻ അപ്പുറത്തിരുന്ന് കാണുന്നുണ്ട്. അദ്ദേഹം സങ്കടത്തോട് ചോദിച്ചെന്താണെന്നറിയോ, ഇനി രാത്രിയിൽ വരണ്ടേ ആ സാധനങ്ങളൊക്കെ പറയിക്കൊണ്ട് പോകാൻ വേണ്ടി? താഴത്തോട്ട് തന്നെ ഇട്ടാൽ മതിയായിരുന്നു, ഞാൻ കുറച്ചു കൊടുത്തേ. ഇത് രാത്രി വന്നിട്ട് ആ മനുഷ്യനെ വല്ലതും പാമ്പ് കടിക്കുമോ എന്നുള്ള പേടിയായിരുന്നു എന്നെ സംബന്ധിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ പാലായിൽ നടന്നൊരു സംഭവമാണ്.
ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഞാനിങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി സൂചിപ്പിച്ചതല്ല. 100% നമ്മൾ മുൻകറിനെതിരെ അല്ലെങ്കിൽ ഹൈറാത്തുകളെ അല്ലെങ്കിൽ മഅറൂഫുകളെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അതിനോട് താല്പര്യം കുറയാനുള്ള കാരണം അവർക്ക് മഅറൂഫുകളോടെയോ അല്ലെ നന്മകളോടോ അല്ലെങ്കിൽ ഹൈറാത്തുകളോടോ ഒന്നുമുള്ള വിരോധമല്ല, മറിച്ച് പറയുന്ന എന്റെ ചില മോശമായ ചെയ്തികൾ കൊണ്ട് മാത്രം സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആയത്തുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നേർക്ക് നേരെ നമ്മളതിനൊന്ന് വിലയിരുത്താതെ ഇവിടെ എന്റെ ഉത്തരവാദിത്വം എന്താണെന്നുള്ള നിലയ്ക്ക് മാനസികമായി ആയത്തിനോടൊന്ന് സംവദിച്ചുകൊണ്ട് ആയത്തുകളൊന്ന് വായിച്ച് വിലയിരുത്തുന്നതായിരിക്കും നല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ ശരിയാം വിധം മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും ചിന്തയും നൽകി നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും സഗൗരവം അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കണമെന്നും രണ്ടാമത് ഒന്നുകൂടി ഉണർത്തുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വല തൻഹൂന അനിൽ മുൻകർ അവ യുസല്ലിത്തുല്ലാഹു അലൈഹിം ശിറാകഹും ഫയദഉ ഖിയാറുഹും ഫലാ യുസ്തജാബു ലഹും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വല തൻഹൂന അനിൽ മുൻകർ. നിങ്ങൾ മഅറൂഫുകളെ നന്മകളെ കൽപ്പിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ വല തൻഹവുന്ന അനിൽ മുൻകർ മുൻകറായിട്ടുള്ള കാര്യങ്ങളെ വിരോധിക്കേണ്ടതുമുണ്ട്. ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഒരു ആവശ്യകത എത്രത്തോളമാണ് എന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ ചില കേവലം ഒരു അപ്രായോഗികമായ തലത്തിലാണ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്, എന്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാത്ത ഒരവസ്ഥയിലാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് ഒരു ദഅവത്ത് സംഘം മറ്റുള്ളവർക്കിടയിലേക്ക് ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്താൻ വേണ്ടി പോവാണ്. പോയ കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഒരാളെ കണ്ടിട്ട് ഒരു വണ്ടിയുടെ മറവിലേക്ക് മാറി നിൽക്കുകയാണ്. അപ്പൊ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്താ മാറി നിൽക്കുക? അപ്പൊ പറഞ്ഞു, വരുന്നയാൾക്ക് കുറച്ച് പൈസ കടം കൊടുക്കാനുണ്ട്, ഞാൻ കണ്ടാൽ ശരിയാത്തില്ല. ദഅവത്തിന് പുറപ്പെടുന്ന സമൂഹത്തിൽ പെട്ട ഒരു വ്യക്തിയുടെ അവസ്ഥയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കടന്നു വന്ന വ്യക്തിയെ പരിചയമുണ്ട്. എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒരു ആഡംബര സാധനം ഇദ്ദേഹം വീട് പണിതപ്പോ വീട്ടിൽ കൊണ്ടുപോയിട്ടതാണ്, ഒരുപാട് കാലമായി പുറകെ നടക്കുന്നു, ഇതുവരെയും പൈസ തന്നിട്ടില്ല. ഈ സാമ്പത്തിക ബാധ്യത നിർവഹിക്കാത്ത വ്യക്തിയും എവിടെയുണ്ട്? ദഅവത്ത് സംഘത്തിൽ സജീവമാണ്. അതാണ് ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നാലോചിക്കുക, ആ അവസ്ഥയിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്താണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കില്ല എന്ന ഗൗരവം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. അത്രമാത്രം മോശമായ ഒരു അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ദഅവത്ത് രംഗത്ത് സജീവമാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ദഅവത്ത് എന്ന് പറയുമ്പോൾ എല്ലാ നിലയ്ക്കും നല്ല യോഗ്യരും കഴിവുറ്റവരുമായ ആളുകളെ കുറിച്ചാണ് സൂചിപ്പിച്ചു വന്നത്. ഇനി അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയുന്നു, ഔല യുസല്ലിത്തന്നല്ലാഹു അലൈക്കും ശിറാറക്കും. നിങ്ങളുടെ മേൽ അതിക്രമകാരികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഭരണാധികാരിയാക്കി മാറ്റും. അതാണോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിക്രമകാരിയായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പറയണം, ഇവിടെ കർത്താവാരാണ്? അല്ലാഹുവാണ്. ഔല യസല്ലിത്തന്നല്ലാഹു എന്നാ പറഞ്ഞത്. അല്ലാഹുവാണ് അവർക്ക് സുൽത്താനിയത്ത് നൽകുക, അഥവാ അധികാരം നൽകുക. ഏതാ? ശിറാറക്കും, നിങ്ങൾക്കിടയിലുള്ള കുഴപ്പക്കാരായ അതിക്രമകാരിയായ ആളുകളെ. അതിനുശേഷം റസൂലുള്ളാഹി തന്നെ വ്യക്തമാക്കുക, അവിടെ നിന്ന് പുണ്യമായ നാവുകൊണ്ട് ഫയദഉ, അപ്പോൾ നിങ്ങൾക്കിടയിൽ ധാരാളം ആളുകൾ ദുആ ചെയ്യും, പടച്ചവനെ ഈ ഭരണാധികാരികളെ നീക്കം ചെയ്യണേ, പടച്ചവനെ ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ ഖിയാറക്കും, നിങ്ങളുടെ ഖൈറിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. ഫലാ യുസ്തജാബു ലഹും, അവർക്ക് അല്ലാഹു മറുപടി കൊടുക്കുന്നതല്ല. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കുന്നു. ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിന്നിട്ട് നമ്മളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരാൻ അല്ലാഹ് തയ്യാറാണ്. പക്ഷേ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാഹ് അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാണോ? ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു നമ്മളെയും സഹായിക്കാൻ തയ്യാറാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? അള്ളാഹുവിനെ നമ്മൾ സഹായിക്കാൻ തയ്യാറാണ്.
അള്ളാഹുവിന്റെ ദീനിനെ എന്റെ ജീവിതത്തിൽ ശരിയായ രൂപത്തിൽ ഞാൻ നടപ്പിലാക്കാൻ തയ്യാറാവുക. ആ നന്മകൾ മാത്രം ബാക്കിയുള്ളവരോടൊന്ന് പോയി പ്രകടിപ്പിച്ചാൽ മതി. ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്ന ദീനിന്റെ നന്മകളെ മനസ്സിലാക്കാൻ കഴിയും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏറ്റവും കൂടുതൽ ദീൻ പ്രചരിപ്പിച്ച ഒരു രീതി ഇതാണ്, അല്ലാതെ മറ്റുള്ള മാർഗങ്ങളിലൂടെ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതിക്രമകാരിയായ ഭരണാധികാരികളെ നമുക്ക് നീക്കം ചെയ്യണോ? നമ്മൾ ഇവിടെ കിടന്ന് തുള്ളുവും ചാടുവൊന്നും വേണ്ട. നമ്മൾ ചെയ്യേണ്ട പരിപാടി നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യുക? സഹായം ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഭാഗത്ത് വലിയ സഹായങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ആ നിലയ്ക്ക് ചിന്തിക്കാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കൊക്കെയും സമാധാനം, സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും അവർക്കൊക്കെയും ഷഹീദിന്റെ ഉന്നതമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അവരേക്ക് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ ജയിലുകളിൽ കഴിയുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ജയിൽ മോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവരുടെ കുടുംബാദികൾക്ക് അല്ലാഹു സബറും സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെ പേരിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.